മപ്പാസ്, നെയ്മീൻ മപ്പാസ്. അത് നിങ്ങളുടെ ഒരു പീസ് എടുത്തിട്ട് ചോറ് കൂട്ടിക്കര പൊട്ടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് നെയ്മീൻ മപ്പാസ്. ഇന്നത്തെ വീഡിയോ നെയ്മീൻ മപ്പാസ്. അപ്പം മീൻ വറക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾ, മല്ലി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഫിഷ് മസാല. ഞാൻ ഈ സ്റ്റാൻഡ് ചേർക്കണ ഫിഷ് മസാല. ഓക്കെ, നമുക്കിത് ഇനി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മീൻ, ഞാൻ ഇട്ടേക്കുന്നത് നെയ്മീനാണ്. നെയ്മീൻ്റെ 1, 2 ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഗ്യാസ് അടുപ്പിച്ച് മീൻ വറുക്കാൻ, അതായത് ഈ ചട്ടി തന്നെ ആക്കി ഞാൻ മീൻ വറുത്തതിന് ശേഷം മപ്പാസ് അടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഗ്രേവി ആയിട്ട് അടിക്കുക എന്നുള്ള വലുപ്പത്തിലുള്ള ഒരു പാത്രത്തിലായിരിക്കും മീൻ വറുക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് മീൻ വെച്ച് കൊടുക്കാം. മീൻ എന്നിട്ടൊന്ന് 2 സൈഡ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മീനൊന്ന് മറിച്ചിട്ട് കഴിക്കുക. നമുക്ക് മീൻ വറുത്തത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഗ്രേവി, മപ്പാസിൻ്റെ ഗ്രേവി റെഡിയാക്കാം. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി, അത് വെളുത്തുള്ളി, ഇഞ്ചി, കീറിവെച്ച പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. മുട്ട തോന്നല്ല, തണ്ടൂരിട്ടോ വേണ്ട, തണ്ടു വേണം. നന്നാക്കി അടച്ചു കൊടുക്കാം.
അതൊന്ന് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ ഇട്ടതിൻ്റെ രണ്ട് സവാള അല്ല രണ്ടല്ല 3 സവാള. നമുക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടി 3 സവാള എടുത്തിട്ടുണ്ട്. ചെറുതുണ്ടോ ഒരു മീഡിയം സൈസ് സവാള. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിടുക. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇനി അടുത്തത് 2 തക്കാളി ഉണ്ടോ, 2 തക്കാളി ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. വലിയ മസാലകളൊന്നുമല്ല, നമ്മൾ മീനിട്ട് തന്നെ സെയിം മസാലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടി ഉണ്ടോ, കളറല്ല. ഫിഷ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾ, ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി എന്ന് പറയട്ടെ, ഞാൻ വേറെ വെള്ളം ആഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി തക്കാളിയിൽ വെള്ളമുണ്ട്. തക്കാളി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം റെഡ്യൂസായിട്ട് അതിനകത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ 1 പാലും 2 പാലും 1 പാലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ അവിടെ കിടന്നു ആകട്ടെ. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 പാൽ വെച്ച് കൊടുക്കാം, അല്ല 2 പാൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 പാലാണ്. 2 പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ചൊന്ന് ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മീൻ ഇറക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് അവിടെ മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക്
ഇത് തീ കുറച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി ചെയ്യുക. ഒന്ന് തുറന്നോട്ടെ. നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 പാൽ ചേർക്കുക. നമുക്ക് 1 പാൽ ചേർക്കുക. ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കഴിക്കാം. അങ്ങനെ നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സർവിങ് ബോളിലേക്ക് ഇടാം. ചോറിനകത്തേക്ക് ഒരു പീസ് പാങ്ങിട്ട് ഒരു നല്ലൊരു പീസ് എന്നിട്ടൊരു ഇച്ചിരി ചാറിങ്ങനെ ഒഴിക്കുക. ഇച്ചിരി ചാറ്. അങ്ങനെ നമ്മുടെ നെയ്മീൻ മപ്പാസ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.